എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷാജി ചിങ്കലേൻ. എനിക്ക് ഭാര്യയും 2 മക്കളുമുണ്ട്. ഇപ്പം 2 പേരും വിവാഹിതരായതുകൊണ്ട് 4 മക്കളുണ്ട്. ഞാനൊരു 27 വർഷം മുമ്പ് മരത്തിൽ നിന്ന് വീണ് സ്പൈനൽ കോഡ് തകർന്ന് അരയ്ക്ക് താഴെ തളർന്നൊരു വ്യക്തിയാണ്. ഞാനിപ്പോൾ ആയിരിക്കുന്നത് എൻ്റെയും എൻ്റെ 2 സഹപ്രവർത്തകരും ചേർന്ന് നടത്തുന്ന ഗാലക്സി സിമൻറ്റ് പ്രോഡക്റ്റ് എന്ന ഞങ്ങളുടെ സ്ഥാപനത്തിലാണ്. ഞങ്ങളുടെ സ്ഥാപനം ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകൾ സിമൻറ്റ് ചട്ടി, പൂച്ചട്ടികൾ, പലതരത്തിലുള്ളതും പല വലിപ്പത്തിലുള്ളതുമായ പൂച്ചട്ടികൾ ഞങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. കൂടാതെ വീടുകൾക്ക് ആവശ്യമായ കട്ടിള, ജനൽ, അതുപോലെയുള്ള സാമഗ്രികൾ, സിമൻറ്റ് പ്രോഡക്റ്റ്. ഇതാണ് ഞങ്ങളുടെ ഗാലക്സി എന്ന ഈ സ്ഥാപനത്തിലൂടെ ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രോഡക്റ്റുകൾ, സംഗതികൾ. ഞാൻ 1998 മാർച്ച് 9-ാം തീയതി എൻ്റെ കാഞ്ഞിരപ്പുഴ പൂഞ്ചോല ഭാഗത്തുള്ള മരത്തിൽ നിന്ന് വീണ് അരയ്ക്ക് താഴെ തളർന്ന് ചികിത്സാർത്ഥം കേരളത്തിലെ പല ആശുപത്രികളിൽ ചികിത്സയ്ക്ക് ശേഷം തമിഴ്നാട്ടിൽ കോയമ്പത്തൂരേക്ക് ട്രീറ്റ്മെൻറ്റിന് പോയി. കഴിഞ്ഞ 22 വർഷക്കാലം ഞാൻ കോയമ്പത്തൂരായിരുന്നു ജീവിച്ചത്. അവിടെ ആയിരുന്നപ്പോൾ പലതരത്തിലുള്ള ബിസിനസ്സുകളൊക്കെ നടത്തി എൻ്റെ 2 മക്കളെയും ദൈവം പഠിപ്പിച്ചു. ദൈവികമായിട്ടുള്ള അനുഗ്രഹത്താൽ അവർ 2 നന്നായി പഠിച്ച് ഉന്നതരായി. ശേഷം എൻ്റെ മാതാപിതാക്കൾ അവരുടെ കൂടെയായിരുന്നു കോയമ്പത്തൂർ ഞങ്ങളുടെ താമസം. അപ്പൻ, എൻ്റെ ചാച്ചൻ അവിടെ വെച്ച് മരിച്ചുപോയി. തുടർന്ന് അമ്മച്ചിയും പ്രായാധിക്യം മൂലം 2021 അമ്മച്ചിയും മരിച്ചു. അപ്പോൾ അമ്മച്ചിയുടെ മരണം എന്നെ സംബന്ധിച്ചുള്ള വലിയൊരു വിഷമമായിരുന്നു. അതുകൊണ്ട് എല്ലാ പരിപാടികളും അവസാനിപ്പിച്ച് അവിടുത്തെ കോയമ്പത്തൂരുണ്ടായിരുന്ന അമ്മച്ചി ഞങ്ങൾ കൂടെ താമസിക്കുമ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥയ്ക്കൊന്ന് മാറണം എന്ന് വിചാരിച്ചുകൊണ്ട്, കാരണം അമ്മച്ചിയുടെ സാമീപ്യവും അവിടുത്തെ അവസ്ഥകളെല്ലാം എനിക്ക് ഒരുപാട് ഉൾക്കൊള്ളാൻ ഭയങ്കര വിഷമകരമായി അമ്മച്ചി മരിച്ചു കഴിഞ്ഞപ്പോൾ. അതുകൊണ്ട് മാത്രമല്ല, എനിക്ക് കൊറോണ ഒന്ന് എഫക്റ്റായി. അപ്പം ഇനി നമ്മൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ വൈഫ് ഒറ്റപ്പെട്ടു പോലെ ചിന്ത കൊണ്ടാണ് ഞാൻ അതിനിടയിൽ മക്കൾ 2 പേരും പഠിച്ചു. അവർക്ക് നല്ല ജോലി വിദേശങ്ങൾ കിട്ടി. അപ്പോഴാണ് ഞാൻ കേരളത്തിലേക്ക് വന്ന് ഇപ്പോൾ മുണ്ടൂർ പൊരിയാരി എന്ന പറയുന്ന സ്ഥലത്ത് ഞാൻ താമസിക്കുന്നു. അങ്ങനെ അവിടെ സീനായി ഒരു ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് മിസ്റ്റർ ബിജു പുത്തൻപുരയ്ക്കൽ, അദ്ദേഹം പറഞ്ഞു നമുക്കൊരു ഇൻഡസ്ട്രി തുടങ്ങാം. അപ്പോൾ അദ്ദേഹത്തോട് ചേർന്ന് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായ ടിനു കുഴുവേൽ എന്ന് പറഞ്ഞ 2 സുഹൃത്തുക്കളും കൂടെ ചേർന്ന് ഞങ്ങൾ തുടങ്ങിയ സ്ഥാപനമാണിത്. അവർക്ക് 2 പേർക്കും വേറെ ഔദ്യോഗികമായ തിരക്കുകളും ജോലികളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ സ്ഥാപനം ഇപ്പോൾ നിലവിൽ നോക്കി നടത്തുന്നത് ഇതിൻ്റെ ഇൻചാർജ് എനിക്കാണ്. അങ്ങനെയാണ് ഈ സ്ഥാപനം തുടങ്ങാനായിട്ട് കാരണം ഉണ്ടായത്. എല്ലാ തരത്തിലുള്ള കട്ടിലുകൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അളവനുസരിച്ച്, ഓർഡർ അനുസരിച്ച് പറയുകയാണെങ്കിൽ അതേ ഓർഡർ അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. അല്ലെങ്കിൽ ഓൾറെഡി സാധാരണഗതിയിലുള്ള എല്ലാ മോഡലുകളും നമ്മളിവിടെ പണിയുന്നുണ്ട്. പണിക്കാർ ഓൾറെഡി ഉണ്ട്. അവർ പറയുന്ന മെഷർമെൻറ്റിൽ പറയുന്ന അളവിലും കട്ടിലുകൾ പണിത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ എല്ലാവരും പറയുന്നു ഈ കട്ടിളയുടെ കാലഘട്ടം, അതായത് സിമൻറ്റ് പ്രോഡക്റ്റിൻ്റെ കാലഘട്ടം ഒരു പരിധി വരെ ലിമിറ്റായി. അപ്പുറം സ്റ്റീലിലേക്കൊക്കെ കാര്യങ്ങൾ മാറി. ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു പക്ഷേ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് അങ്ങനെ ഒരു സ്റ്റീൽ ഇൻഡസ്ട്രിയും കൂടെ തുടങ്ങണമെന്ന്. അത് ആഗ്രഹമാണ്. ദൈവം അനുവദിച്ചാൽ. എല്ലാ മനുഷ്യ നിലയിൽ നമുക്ക് പ്രതീക്ഷകളും പ്ലാനുകളും ഉണ്ടെങ്കിലും ആത്യന്തികമായിട്ട് ദൈവം പദ്ധതി ഒരുക്കുന്നു എന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുക. നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. മനുഷ്യന് അസാധ്യമായിട്ട് ദൈവത്താൽ സാധ്യം. അവിടുത്തെ പദ്ധതി അനുസരിച്ചാണ് എല്ലാം ക്രമപ്പെടുക. അതുകൊണ്ട് ഞങ്ങളുടെ പദ്ധതിയും പ്ലാനും കുറച്ച് നന്നായി കൊണ്ടുപോയി എല്ലാം ഭംഗിയാക്കണം. ഇനി ഈ സ്റ്റീൽ ഇൻഡസ്ട്രിയും കൂടെ തുടങ്ങണം, അല്ലെങ്കിൽ ഇതുകൊണ്ടനുസരിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു സംരംഭം തുടങ്ങണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നു. ദൈവം അനുഗ്രഹിച്ചാൽ അത് ഭാവിയിലേക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുക, നമുക്ക് അതേക്കുറിച്ച് പഠനങ്ങൾ നടത്തുക. എത്രമാത്രം നമ്മൾ എത്ര പഠിച്ചോ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയാലും ഒരു പക്ഷേ അതിന് ചില തടസ്സങ്ങളൊക്കെ വരാം. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുക. ഒരു വെഞ്ചർ, ഒരു പദ്ധതി നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കുക. കാരണം ആത്യന്തികമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഞാൻ മതം പറയുകയല്ല, ദൈവമാണ് എല്ലാം ക്രമപ്പെടുത്തുക. അപ്പോൾ അവിടത്തോട് ആലോചന ചോദിച്ച് നമ്മൾ തുടങ്ങുന്ന പ്രസ്ഥാനങ്ങളും സംരംഭങ്ങളും വിജയിപ്പിക്കുവാനായിട്ടുള്ള വഴികൾ അവിടെ നിന്ന് ഒരുക്കി തരും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു ബിസിനസ് തുടങ്ങുമ്പം കാര്യങ്ങൾ ദൈവത്തോട് ആലോചന ചോദിക്കുക. പിന്നെ നമ്മൾ കാര്യങ്ങൾ പഠിക്കുക, ഇറങ്ങുക. ആരെയും കവച്ചു വെക്കാനോ ആരെയും പാര് വെച്ച് അവരെ തളർത്താനോ ആയിരിക്കുകയാണ് നമ്മൾ ഒരു സംരംഭം തുടങ്ങേണ്ടത്. നമ്മുടെ വളർച്ചയോട് സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് അതിലൊരു ലാഭവിഹിതം എനിക്കും ആഗ്രഹിക്കാം എന്ന ചിന്തയിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അതായത് ഒരു ഇൻഡസ്ട്രിയോ ഒരു കച്ചവടമോ തുടങ്ങുമ്പോൾ ഏത് തുടങ്ങുകയാണെങ്കിലും നമ്മുടെ വളർച്ച അതോടുകൂടി സമൂഹത്തിൻ്റെ വളർച്ചയും കൂടെ നമ്മുടെ ലക്ഷ്യമായിരിക്കണം. അതേ മറ്റുള്ളവർക്കിട്ട് ഭാര വെച്ചുകൊണ്ടോ അവരെ താഴ്ത്തി കെട്ടിക്കൊണ്ടോ അവരെ തകർത്താൻ വേണ്ടിയിട്ട് ഒരു സംരംഭം തുടങ്ങരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പഠിക്കുക, പരിശ്രമിക്കുക, ആഗ്രഹിക്കുക, ദൈവത്തോട് ആലോചന വയ്ക്കുക, അത്രമാത്രം. ബാക്കി എല്ലാം കൃത്യമായിട്ട് ദൈവം ഒരുക്കിക്കോളും. ഇത് മുട്ടികുളങ്ങര വള്ളിക്കോട് ജംഗ്ഷൻ അവിടെയാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ അടുത്തായിട്ട് വള്ളിക്കോട് ജംഗ്ഷനിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് ഗാലക്സി സിമൻറ്റ് പ്രോഡക്റ്റ്. ഉൽപ്പാദിപ്പിക്കുന്ന സംരംഭങ്ങൾ സിമൻറ്റ് ഇനത്തിലുള്ള പൂച്ചട്ടികൾ, പല വലിപ്പത്തിലും പല തരത്തിലുള്ളത്. 50 രൂപ മുതൽ 1500, 3000 രൂപ വരെയുള്ള ചട്ടികളോട് നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. പൂച്ചട്ടികൾ മെയിനായിട്ട്. അതിനോട് ഒന്നിച്ച് കട്ടിലുകൾ, പല വെറൈറ്റിയിലുള്ള കട്ടിള,
ജനൽ, മറ്റ് വെന്റിലേറ്ററുകൾ, ഇത്തരം സാധനങ്ങളാണ് നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. കുട്ടികുളങ്ങര ജംഗ്ഷൻ അടുത്തുള്ള വള്ളിക്കോട് ഭാഗത്താണ്.